2000 കോടി രൂപയുടെ വെള്ളമാണ് കണ്ടോ. നല്ല കാറ്റാണ്. आप मंदिर जाना है क्या घर? I will drop you. No need to worry. Without money. ചെറിയൊരു അത്യാവശ്യം നമുക്ക് വീട്ടിൽ പോകേണ്ടതായിട്ടുണ്ട്. ഡിക്കാത്തോൺ പ്രോഡക്ട്സ് എല്ലാവരും നല്ല ക്വാളിറ്റി സാധനം. പക്ഷേ നമുക്ക് എന്തൊരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടെൻറ്റ് മാറേണ്ടതായിട്ട് വന്നു. यहाँ के जो स्टूडेंट्स हैं वो ऑडी मर्सिडीज के नीचे नहीं उतरते हैं. थोड़ा ध्यान रखना. एरिया थोड़ा सा खराब है. ओह ठीक है. इसका अंदर क्या है? ग्राउंड जेल है. जेल. स्टार्ट हो गया. हेलो माय फ्रेंड. फुल्ली कैमरा एडिट से गाइस. लाइक एंड सब्सक्राइब करें. हमारे भाई को सपोर्ट करें. വെൽക്കം ബാക്ക് ടു ദി വേൾഡ് ഓഫ് നാഷണൽ സഫാരി. ലെറ്റ്സ് ബിഗിൻ ദി സഫാരി ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത ആ സ്ഥലത്താണ്. അതായത് ഇവരെന്ന് പറഞ്ഞാൽ ആപ്പിൾ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ആൾക്കാരാണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇന്നലെ പോയി സ്റ്റേ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നമ്മളെ സിംഗം സാറുണ്ട് നമ്മളുടെ പുള്ളിക്കാരനും നമ്മുടെ ഫ്രണ്ട്സും എല്ലാം കൂടെ നമ്മളോട് പറഞ്ഞു ഇവിടെ നിങ്ങളുടെ റൂമിൽ ഒന്ന് സ്റ്റേ ചെയ്തോ, ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ റൂമിൽ കൊണ്ടുവന്നതാണ്. ഇത്രയും പേര് ഗൈസിലുണ്ടായിരുന്നു. അപ്പം നമ്മളിവരെല്ലാം അടിപൊളിയായിട്ട് ഇവരെ നമ്മളെ സൽക്കരിച്ചു പറഞ്ഞാൽ एक मैसेज देना चाहता हूँ. बोलो. सभी प्रदेशवासियों से मेरा निवेदन है, अगर कोई भी बाहर का व्यक्ति आता है तो उसकी मदद करें, उसको खाने की रहने की व्यवस्था करें. हे भाई हमारे पास आए. സഭയിൽ പറഞ്ഞു പറഞ്ഞാൽ ആരും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെ സംതോഷപൂർവ്വം അവരെ സ്വീകരിക്കുകയും ചെയ്യണം, കഴിക്കാൻ കൊടുക്കണം. ഇതൊക്കെയാണ് പറഞ്ഞത്. അതിന് അടിപൊളി മനുഷ്യനാണ് ഗൈസ്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കിടന്ന് തുടങ്ങി. നമ്മളിവിടുന്ന് ഇപ്പോൾ പോവാണ്. കാര്യം നമുക്ക് ഇപ്പോൾ പോയാലേ ഓംകാരേശ്വർ എത്താൻ പറ്റത്തുള്ളൂ. 80 കിലോമീറ്റർ മുകളിലുണ്ട്. അപ്പോൾ എന്തായാലും ഓംകാരേശ്വർ പോകുന്ന വഴിയുള്ള ലിഫ്റ്റ് അടിച്ച് പോകുന്ന കാഴ്ചകളും ഓംകാരേശ്വർ എന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഞാൻ ബൈ പറയാണ്. തൽക്കാലം നിങ്ങൾ ബാക്കി പോയി കാണും. മൊത്തം സ്കിപ്പ് അടിക്കുകയാണെങ്കിലും ബൈ. ഗൈസ് ശ്രീനാഥ് അതേ പുള്ളിക്കാർ നമുക്ക് കഴിക്കാനൊക്കെ തന്നിട്ടുണ്ട്. ഇവിടുന്ന് മേടിച്ച് തന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത സ്ഥലമാണ് ഈ മുകളിൽ കാണുന്നത്. ഇവിടെ ഞാൻ കേരള. थोड़ा ध्यान रखना. एरिया थोड़ा सा खराब है. ओह ठीक है. ध्यान रखना. ബൈ. ഇത് പറയായിരുന്നു ഏരിയ ഒക്കെ മോശമാണ്, സൂക്ഷിച്ചിരിക്കണം എന്നൊക്കെ പറയായിരുന്നു. ദൂരദർശൻ്റെ കേന്ദ്രമാണ്, ഇൻഡോറിലുള്ള കേന്ദ്രമാണ് ഈ കാണുന്നത് പറഞ്ഞാലേ. വലിയൊരു ടവറൊക്കെ ഉണ്ട്. ഇൻഡോറിലെ വഴികളാണ് നിങ്ങൾ ഈ കാണുന്നത് പറഞ്ഞാൽ. ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി എന്ന് ഇവിടുന്ന് ഇൻഡോറാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാം വൃത്തിക്ക് കിടക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് വേസ്റ്റോ യാതൊരു സാധനമില്ല. എല്ലാം വൃത്തിക്ക് തന്നെ ഇട്ടേക്കുന്നത്. എപ്പോഴും മറ്റേ വേസ്റ്റ് എടുക്കാനുള്ള വണ്ടിയൊക്കെ സാധനം വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ആൾക്കാർ ഇപ്പം ഡിക്കാത്തോണിൽ പോകണോ അതോ ഓംകാരേശ്വർ ടെമ്പിളിൽ പോകണോ എന്നുള്ള കൺഫ്യൂഷൻ ഇരിക്കുകയാണ്. ഡിക്കാത്തോണിൽ പോയിട്ട് നമുക്ക് ടെൻറ്റ് മാറേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മുടെ ടെൻറ്റിന് ചെറിയ ഒരു കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓംകാരേശ്വർ പോയിട്ട് അമ്പലത്തിൽ പോകുന്നതായിരിക്കും. ഓംകാരേശ്വർ നല്ല ദൂരമുണ്ട്, ഏകദേശം 100 കിലോമീറ്റർ അടുത്തുണ്ട്. നമ്മളിപ്പോൾ ഡിക്കാത്തോണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിക്കാത്തോണിൽ പോയിട്ട് നമുക്ക് ടെൻറ്റ് മാറണം. ടെൻറ്റ് മാറിയിട്ട് വേണം അല്ലേ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി. അപ്പം പോകുന്ന വഴി ഇപ്പം ഞാൻ സൺഡേ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും റോഡിൽ കാണുന്നില്ല. ഇസ്കാ അന്തർ ക്യാ ഗ്രൗണ്ട് ജയിൽ. ഓ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. ഗ്രൗണ്ടും കോളേജുമാണ്. ഡൽഹി കോളേജ് എന്നാണ് പേര്. ഇന്ത്യയിലെ ഏറ്റവും വലിയ. यहाँ के जो स्टूडेंट्स हैं वो ऑडी मर्सिडीज के नीचे नहीं उतरते हैं. हाँ इंडिया का बड़ा कॉलेज है वो इंदौर का. इंदौर का वो. हाँ ये इसका 3rd या 2nd गेट है. ഓഹോ ഗൈസ് വലിയ കോളേജാണ്. രക്ഷയില്ല ഗൈസ്. നല്ല VIP പാർട്ടീസ് ഒക്കെ പഠിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. और इस साइड जो कॉलोनी है ये इंदौर की इससे VIP कॉलोनी है. VIP कॉलोनी गवर्नमेंट ऑफिसर्स होते हैं ना. ओ ठीक है. इनकम टैक्स और ओ ठीक है. आप पूरा रास्ता पता है आपको? हाँ सब कुछ है. പുള്ളിക്ക് നന്നായിട്ട് അറിയാം. सभी लोग जो ठीक है ഗൈസ്. അതായത് ഗവൺമെൻറ് ഓഫീസേഴ്സ് ഒക്കെ കിടക്കുന്ന VIP കോളനി എന്ന് പറയപ്പെടുന്നതാണ് ഈ അകത്ത് കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ दीपांशु सोलंकी. अजय ഭായ് താങ്ക് യു ഗൈസ്. ഈ സർക്കിൾ കാണുമ്പോൾ എനിക്ക് കോട്ടയം ഓർമ്മ വരുന്നു പെട്ടെന്ന്. നിങ്ങൾ കോട്ടയംകാരെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു. നമ്മൾ ഡിക്കാത്തോണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുറേ ആൾക്കാർ ഇപ്പോൾ അടുത്തായിട്ട് ഡ്രോപ്പ് ചെയ്തു. അവരുടെ പേരൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആരും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മഹാകാളേശ്വരൻ്റെ അവിടെ നിന്ന് മേടിച്ച ഹോം കുർത്തയാണിത്. അടിപൊളിയല്ലേ? അപ്പോളോ ഹോസ്പിറ്റലാണ് കാണുന്നത്. आपका नाम क्या था? यश. यश भट्ट. चेहरे दिखा. हाय. മാസ്ക് യശ്. യശാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് രാസ്താക്കാനാ ये रास्ता देवास बाईपास. देवास बाईपास. देवास बाईपास. ചെറിയ മഴക്കാറുണ്ട് ഗൈസ്.
ചിലപ്പം മഴ പെയ്യുമായിരിക്കും, പറയാൻ പറ്റില്ല. മഴ പെയ്താൽ നമ്മൾ കുഴയോ നമുക്കറിയില്ല. നമ്മളിതിന് ഓംകാരേശ്വരം ഒന്ന് പോകാൻ വേണ്ടി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റുമെന്നുള്ളത്. ഗൈസ് നമുക്ക് ഇവിടെ നിന്നാണ് കാണാൻ ഡിക്കാത്ലോൺ കണ്ടില്ലേ, ആണല്ലേ ബോർഡ് ഉണ്ടോ, വലിയ സെറ്റപ്പാണ് ഗൈസ്, വലിയ ഏരിയക്കകത്താണ്. നമ്മുടെ ടെൻറ്റ് മാറി കിട്ടുന്നതാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഡിക്കാത്ലോൺ എത്തിയിരിക്കുകയാണ്. ഇതന്നെ ഇഷാൻ ഗൈസ്, നമ്മൾ ഡിക്കാത്ലോൺ ഇൻഡോറാണ് എത്തിയിരിക്കുന്നത് പറഞ്ഞാൽ. ഇവിടെ എത്തിയപ്പം നമ്മുടെ ടെൻറ്റിന് ചെറിയ പ്രശ്നമുണ്ട്, അപ്പോൾ അത് മാറാൻ വേണ്ടി വന്നതാണ്. ഡിക്കാത്ലോൺ പ്രോഡക്ട്സ് എല്ലാവരും നല്ല ക്വാളിറ്റിയുള്ള സാധനം, പക്ഷേ നമുക്ക് എന്തൊരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടെൻറ്റ് മാറേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എക്സൈറ്റ്മെൻറ്റ്. അപ്പം നമ്മൾ ടെൻറ്റ് മാറുകയാണ് അല്ലേ, വലിയ സ്റ്റോറാണ് ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ടെൻറ്റ് ഇപ്പം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയിട്ട് നമുക്കിത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മൾ ടെൻറ്റ് മാറി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അല്ലേ, അടിപൊളി സ്റ്റോറാണ് ഡിക്കാത്ലോണിൻ്റെ ഇൻഡോർ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ സ്റ്റോറാണ്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഡിക്കാത്ലോൺ ഇൻഡോറിൽ നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ നമ്മൾ ടെൻറ്റ് മാറി മേടിച്ചു. അതൊരു ഉപകാരപ്രദമായ കാര്യമായിരുന്നു. കാര്യം വെച്ചാൽ നമ്മുടെ ടെൻറ്റിന് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും ഡിക്കാത്ലോണിനെ കുറ്റം പറയില്ല. കാര്യം വെച്ചാൽ എന്തോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആ പ്രൊഡക്റ്റിന് മാത്രമായിട്ട് പറ്റിയാണ്. അപ്പോൾ സാധാരണ അതിന് പറ്റാറുള്ളൂ, അല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങൾ ഡിക്കാത്ലോൺ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് സർക്കാർ സാധനം മാറി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓംകാരേശ്വരം പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്ക് ചെറിയൊരു അത്യാവശ്യം നമുക്ക് വീട്ടിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഉടനെ ചെല്ലാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിപ്പം ഓംകാരേശ്വരം പോയി കഴിഞ്ഞാൽ എൻ്റെ 2 ദിവസം പോകും. അതുകൊണ്ട് എനിക്ക് അറിയില്ല, സത്യം പറഞ്ഞാൽ പോകുന്ന വഴിക്ക് ഞാൻ തീരുമാനം എടുക്കും ലിഫ്റ്റ് ഇടുന്നതനുസരിച്ച്. സോ നമുക്കറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും എന്നുള്ളത്. രാഹുൽ മുട്ടൻ ഹൈവേ ആണിത്. मनीष क्या करता है? मैं LIC ऑफ इंडिया में। LIC ऑफ इंडिया, थैंक यू वेरी मच। सर कहाँ से आ रहे हैं आप? मैं केरला से। केरला से आ रहे हैं विदाउट मनी? हाँ, निफ्टी जाकर। थैंक यू, नाइस टू मीट यू। थैंक यू, बाय. അപ്പോൾ ഗൈസ് പുള്ളിക്കാരൻ നമ്മളെ ഇവിടെ കൊണ്ടുവിട്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് ഓംകാരേശ്വരം അമ്പലത്തിൽ പോയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഒന്നും തോന്നുന്നത് നിങ്ങൾ ഗൈസ്, കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു യാത്ര. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് തൽക്കാലം ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു നിർവാഹമില്ല. നമുക്ക് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ഓംകാരേശ്വരം പോയിട്ട്. അപ്പോൾ ഓംകാരേശ്വരം അമ്പലത്തിലെ കാഴ്ചകളൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മധ്യപ്രദേശ്. ചിലപ്പോൾ തിരിച്ചു പോകുന്ന യാത്രകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കണ്ടിട്ട് നിങ്ങളെ സായുജ്യം അടയുക. ഈ വീഡിയോസ് കുറേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ മൊത്തം വാച്ച് ചെയ്യണം. നമുക്ക് ലിഫ്റ്റ് നോക്കാം. सागर ठीक है भाई, थैंक यू. धन्यवाद. मैं ओमकारेश्वर मंदिर जाने के लिए हाईवे में छोड़ू. आपका नाम पालवन? अच्छा, थैंक यू. आपका नाम? अरशद भाई झाला. हाय गाइस, अब आपका नाम? आवेश पटेल फ्रॉम इंदौर. ओंकारेश्वर जाना है सर को. मैं इनको अगले नेक्स्ट स्टॉप तक छोड़ दूंगा. सूरज वीडियो रिकॉर्ड. थैंक यू. आशुतोष मिश्रा. ज्ञानेंद्र ഗൈസ്, ज्ञानेंद्र എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്തി തന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് आप कितना किलोमीटर? 60. ओ वहाँ तक ओंकारेश्वर तक. ओ आप मंदिर जाना है क्या घर? I will drop you. No need to worry. ഗൈസ്, പുള്ളിക്കാരൻ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഭയങ്കര കാര്യമുണ്ട്. നമ്മൾ ഹിച്ചേക്ക് ചെയ്ത് പോവുകയാണ്. അപ്പം എന്താ പറയുക, പുള്ളിക്ക് 60 കിലോമീറ്റർ വരെ നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. നമുക്ക് ഉടനെ തിരിച്ചു പോകേണ്ടതാണ്. അപ്പം പുള്ളി അവിടെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഭാഗ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരെ നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റുക എന്ന് പറഞ്ഞ ഒരു കാര്യമല്ലേ, അതും കാരണം. അപ്പോൾ അതല്ലേ നമ്മൾ ഒരുപാട് നമുക്ക് വണ്ടിക്ക് നോക്കി, പക്ഷേ കിട്ടിയില്ലായിരുന്നു. ഗൈസ്, ഓംകാരേശ്വരം പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനും ഒരു ശിവഭക്തനാണ്. നല്ല ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. നമ്മുടെ വയനാട് ചുരമൊക്കെ പോലെ നല്ല ഹില്ലി ഏരിയയാണ്. ഞാൻ ഇമാജിൻ ചെയ്യുന്നത് വേറൊരു ടൈപ്പിലുള്ളൊരു റോഡും ഒക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഇത് ഇവിടെ തിരിച്ച് എനിക്ക് ഇൻഡോർ വരെ വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ പുള്ളി പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകാനും പറ്റും, തിരിച്ച് പുള്ളിയോട് വരാനും പറ്റുമെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ടുണ്ടായി. ഇപ്പം 60 കിലോമീറ്ററോളം നമുക്ക് എന്താ പറയുക കാറിൽ നിന്ന് യാത്ര വേണ്ടി പറ്റും. നമ്മൾ മഖൻ പാട എന്ന് പറയുന്ന സംഭവം കഴിക്കുന്നത്. മധുരമാണ് സാധനം പറഞ്ഞാൽ. ഇതിന് കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് പുള്ളിക്കാരൻ കഴിക്കാൻ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ലാസ്റ്റ് ദിവസമാണല്ലോ ഇവിടെ, അപ്പോൾ നമുക്ക് പൈസ കൊടുക്കാമെന്നുള്ളതിൽ അർത്ഥത്തൊക്കെ പറഞ്ഞു. പുള്ളി നമുക്ക് കഴിക്കാൻ മേടിച്ചു തന്നെയാണ്.
അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കാണാം. ഇവിടെ ഇപ്പം ഇടയ്ക്ക് നിർത്തിയാണ്, നല്ല വിശപ്പുണ്ട് പോകണ്ടേ. അപ്പോൾ നമ്മൾ ഓംകാരേശ്വര അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്കാണ്. നല്ല അടിപൊളി സമൂസയൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഓംകാരേശ്വര അമ്പലത്തിൽ പോയിട്ട് കാണാം. ഈ വണ്ടിയാണല്ലോ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അത് ഈ നമ്മുടെ ഈ വിളവെടുക്കത്തില്ല, അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഏക്കർ കണക്കിന് ലാൻഡ് നമുക്ക് എന്താ പറയുക, അതിൻ്റെ കൃഷികൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പറയുക വിളവെടുക്കാൻ വേണ്ടി പറ്റും. ഭയങ്കര വലിപ്പമാണ് കേട്ടോ, നല്ല ഉയരത്തിലെ പുള്ളി ഇരിക്കുന്നതാണ്. നല്ല കിറ്റ് വ്യൂ ആണ് ഗായ്സ്. നമ്മൾ വിചാരിക്കുന്നതല്ല ഇത് കവിഞ്ഞൊഴുകുന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഈ പാലം കവിഞ്ഞ് വെള്ളം ഒഴുകുന്ന പുള്ളി പറഞ്ഞത്. സിമിലർ ടു പറയാ. ഓ ഓക്കെ. ഇങ്ങനെ ആളുകളെ പിടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇവിടെ പുറകെ ഫോളോ ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ഹോട്ടൽ होटल ഇഷ്ടംപോലെ പിരിവ് നടക്കുന്നുണ്ട്. ഈ വരുന്ന വഴിക്കൊക്കെ ആൾക്കാരൊക്കെ ഓരോ രസീതും കൊണ്ടുവരും ഈ പിടിക്കാൻ വേണ്ടിയിട്ട്. ഗായ്സ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെ എന്താ പറയുക ആ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ നർമ്മദ നദി ഒഴുകുന്നുണ്ട്. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥിരം ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട് നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ബാഗൊക്കെ വെക്കാനുള്ള ലോക സംവിധാനം ഉണ്ടെന്നുള്ള വിചാരം. നമുക്ക് ഞാൻ പോയി നോക്കാം. ഗായ്സ് എൻ്റെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയതാണല്ലേ, തട്ടിപ്പറിച്ചുകൊണ്ട് പോയിരുന്ന് കഴിക്കുകയാണ്. എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണ്. നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലേ, കവർ തൂക്കി പിടിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സാധനം തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. ഗായ്സ് നല്ല കാറ്റാണ്. നർമ്മദ നദിയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. ഭാഗത്തേൽ നല്ല ഇടിയും മിന്നലുണ്ട് കേട്ടില്ലേ. ഇതിപ്പോൾ നമ്മൾ ഓംകാരേശ്വര ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ്. നിങ്ങൾ അധികം കണ്ടിട്ടില്ല, അത് കാഴ്ചയായിരിക്കും. ഇത് താഴെ ബോട്ടിങ് ഒക്കെ കാണാം. വഴി നമ്മുടെ കൂടെ ഉണ്ട്. അതെ നല്ല കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ചെറിയ കാറ്റൊന്നുമല്ല, നല്ല കാറ്റാണ്. ഇതുണ്ട്, ഇതാണ് നർമ്മദ നദി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് വെള്ളം എടുക്കണം. ഒരു ബോട്ടിലോ അല്ല സംഘടിപ്പിച്ചിട്ട് ഇവിടെ ബോട്ടിൽ വിൽക്കാനുണ്ട്. നമുക്കത് മേടിച്ച് എടുക്കാം വെള്ളം. ഗായ്സ് നിങ്ങൾക്ക് മോൺസൺ മാവങ്ങൾ അറിയാമല്ലേ, മോൺസൺ മാവങ്ങൾ വിറ്റ പോലെ നമുക്ക് നർമ്മദയിലെ വെള്ളം എടുത്തിട്ട് നമുക്ക് നിറച്ചിട്ട് വിൽക്കാം ഗായ്സ്. ഇത് നർമ്മദയിലെ പുണ്യപരായണമായ 1000 വർഷം പഴക്കമുള്ള വെള്ളം 2000 കോടി രൂപ എന്ന് പറഞ്ഞ് നമുക്ക് വിൽക്കാം. നമുക്ക് നിറയ്ക്കാവുന്നതാണ് ഇപ്പം ഇവിടെ യഥാർത്ഥ നർമ്മദ, ഒട്ടും ഫേക്ക് അല്ല, ഒറിജിനൽ. അത് നമ്മൾ ഈ മഴ നനഞ്ഞാണ് ഗായ്സ് ഈ നർമ്മദയിലെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. നർമ്മദയിലെ വെള്ളം കണ്ടിട്ടില്ലെങ്കിൽ പായോ, എൻ്റെ കയ്യിലുണ്ട്. ഈ 2000 കോടി രൂപയുടെ നർമ്മദയിലെ വെള്ളം എൻ്റെ കൈവശമുണ്ട് ഗായ്സ്. മോൺസൺ മാവങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് 2000 രൂപ കൂടി തരൂ. എനിക്ക് 2000 കോടി തന്നിട്ട് ഈ വെള്ളം എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കൂ പ്ലീസ്. നമ്മൾ കൈയും കാലും പോകാൻ കഴിയാമെന്നാണ്. ഇത് കൈയും കാലും ഒക്കെ കഴുകിയിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകാം, ഓംകാരേശ്വര അമ്പലത്തിലേക്ക്. ലിറ്റ് വ്യൂ ആണ് ഗായ്സ്, ലിറ്റ് വ്യൂ കണ്ടില്ലേ. നമ്മൾ ലൈവായിട്ട് നനയ്ക്കാൻ പോവാണ്. മഴ പെയ്യുന്നുണ്ട് ഗായ്സ്. നർമ്മദയിലെ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് പറഞ്ഞാൽ. ലൈവായിട്ട് നിങ്ങൾ കണ്ടോ, നർമ്മദ നദിയാണ്. 2000 കോടി രൂപയുടെ വെള്ളമാണിത്. യേശുവിൻ്റെ കാലത്ത് മുമ്പായിട്ടുള്ളതാണ് എന്നൊക്കെ നമുക്ക് പറയാം ഗായ്സ്. നർമ്മദയിലെ വെള്ളം ഇതേ 2000 കോടി രൂപയുടെ വെള്ളമാണ് കണ്ടോ ഗായ്സ്. നർമ്മദയിൽ മുഖം കഴുകുന്നു. ഇതിപ്പോൾ എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ 500 കോടി രൂപയുടെ മുഖമാണ്. മിസ്റ്റർ മോൺസൺ മാവുങ്കൽ എൻ്റെ മുഖത്തിന് മരിച്ചതിന് ശേഷം വില നൽകണം, എൻ്റെ കുടുംബം രക്ഷപ്പെടും. 500 കോടി രൂപയുടെ മുഖം കഴുകൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുഖത്തിന് ഇനി 500 കോടി വില വരുന്നതാണ്. എൻ്റെ മുടിക്കുമുണ്ട് 100 കോടി. പുള്ളി വളരെ ഇരിക്കുകയാണ്. ജാക്കറാവുക ആ പിതർ ठीक है बाय. നമ്മൾ പുള്ളിയുടെ നമ്പർ മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വരെ ഒരു പൈസയുടെ ചിലവില്ലാതെ ഒട്ടും കഷ്ടപ്പെടാതെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ദൈവത്തെ പോലെ മനുഷ്യനാണ്. തിരിച്ചും പുള്ളി ഇൻഡോർ വരണമെന്നാണ് പറഞ്ഞത്. പുള്ളിയോട് പോകാൻ പറ്റുമെന്ന് എൻ്റെ വിചാരം. വീട്ടിന് മുമ്പ് ലൈറ്റ് പോകുന്ന മുമ്പ് ഷൂട്ട് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു വ്യാമോഹമായാണ് നമ്മൾ മുകളിലേക്ക് കയറണമെന്ന് പറഞ്ഞാൽ. രണ്ട് സൈഡിലും കച്ചവടം പിടിച്ചെങ്കിലും ജീവിക്കണം എന്നുള്ള ചിന്തയായിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. നല്ലൊരു സുഗന്ധമുണ്ട് കേട്ടോ, അത് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു 10 രൂപ ചന്ദനത്തിരിയുണ്ട്, അതിൻ്റെ എഫക്റ്റാണ്. അതിന് എല്ലായിടത്തും കത്തിച്ച് വെച്ചേക്കാണ്.
12 ജ്യോതിർലിംഗങ്ങളിൽ ഒരു ജ്യോതിർലിംഗം നമ്മൾ കഴിഞ്ഞ ദിവസം പോയി കണ്ടു, മഹാകാളേശ്വർ. ഇപ്പം ഓംകാരേശ്വർ അടുത്ത അമ്പലമാണ്. അപ്പോൾ അവിടുത്തെ ക്യൂവിൽ അനുവദിക്കുമെന്ന് പറഞ്ഞു. അകത്ത് ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. നല്ല തിരക്കാണ്. ഇതാണ് അമ്പലത്തിനകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കും കുറേ പേർക്ക്. അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ചായവാല എന്ന് പറഞ്ഞ ഹൈവേയിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് നിൽക്കുന്നത് പറഞ്ഞാൽ ഒരു അടിപൊളി കഫേയാണ്. നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് സൂപ്പറായിട്ട് ഇരിക്കുകയാണ്. നമ്മളിവിടെ ചായ പിടിക്കാണ്ട് ഞങ്ങൾ വന്നതാണ്. अंशुल मालविया और शॉप का नाम है कैफे वाला. താങ്ക് യു. അപ്പോൾ ഗായ്സ് നമ്മൾ വിശന്നിങ്ങനെ രാത്രി എന്ന സമയത്ത് വിശന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇൻസ്റ്റാലയോ എന്ന് പറഞ്ഞ കഫേ വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ എവിടെയെങ്കിലും ഇന്ന് താമസം സ്റ്റേ അടിച്ച് അവിടെ നാളെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇൻഡോറിൽ നിന്ന് നമ്മൾ ഇവിടെ പറഞ്ഞ് തിരിച്ച് ട്രെയിനോ അല്ലെങ്കിൽ ചേക്ക് ചെയ്തോ നമ്മൾ പോവുകയാണ്. ഗായ്സ് നമ്മൾ ഇൻഡോർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്.